we will discuss about the consequence of the mean value theorem. അപ്പോൾ അതിൽ ഫസ്റ്റ് തിയറം ആണ്. ഫസ്റ്റ് ഓരോ മൂന്ന് കോൺസിക്വൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്. സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. Assume that there are two numbers capital A and capital B such that A less than or equal to f dash of x less than or equal to b for all x belongs to open interval AB. Then for any two distinct points x1 and x2 in closed interval AB, A less than or equal to f of x2 less than minus f of x1 divided by x2 minus x1 less than or equal to b. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ക്ലോസ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസും. അതുപോലെ എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട് സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ബിനേക്കാൾ ചെറുതും എനേക്കാൾ വലുതും ആയിരിക്കണം എല്ലാ എക്സിനും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിലുള്ള അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് x1 x2 എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ശരിയായിരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ എന്താണ്? സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി ആൻഡ് ദാറ്റ് ദർ ആർ ടു നമ്പേഴ്സ് എ ആൻഡ് ബി സച്ച് ദാറ്റ് എ less than or equal to f dash of x less than or equal to b ആണ് അല്ലേ, for all x in open interval ab. ഇനി x1 x2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുകയാണ്. ലെറ്റ് x1 and x2 be two distinct real numbers. Real numbers in closed interval AB. അപ്പോൾ നമ്മൾ ഈ x1 x2 ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് ഒന്നൊന്നിനേക്കാൾ ചെറുതോ ഒന്നൊന്നിനേക്കാൾ വലുതും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഞാൻ x1 ആണ് ചെറുതെന്ന് എടുത്തു, നേരെ തിരിച്ചും എടുത്തു നോക്കാം. അപ്പോഴും ഇതേ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അസ്യൂം വിത്ത് ലോസ് ഓഫ് ജനറാലിറ്റി x1 ലെസ് ദാൻ x2. അതർവൈസ് നമുക്ക് ഇതിൻ്റെ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യാം. അങ്ങനെ ചെയ്തു നോക്കാം. ദെൻ സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി, ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഈ x1 x2 എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. x1 ലെസ് ദാൻ x2 ആണ്. x1 x2 ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലുള്ളതായതുകൊണ്ട് ഈ ഇൻ്റർവെല്ലിനുള്ളിലായിരിക്കും x1 x2 എന്ന് പറയുന്ന പോയിന്റുകൾ രണ്ടും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് x1 x2 എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യാമല്ലോ, കാരണം x1 ലെസ് ദാൻ x2 ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ഈ ഓപ്പൺ ഇൻ്റർവെൽ x1 x2ലും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. കാരണം ഈ ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനുള്ളിൽ വരുന്ന ഒരു ഇൻ്റർവെലാണ് അല്ലേ. സിൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവെൽ എ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ x1 x2 subset of a comma b and continuous on closed interval x1 x2 subset of closed interval a comma b. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ഈ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ് അല്ലേ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ദസ് എഫ് സാറ്റിസ്ഫൈസ് ദ hypothesis of mean value theorem and hence by theorem there exists at least one point C in open interval x1 x2 ഇത് എ ബിൻ്റെ ബിൻ്റെ സബ്സെറ്റ് ആണ്, എ കൊമ ബിൻ്റെ സബ്സെറ്റ് ആണ്, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ബൈ x2 മൈനസ് x1. അപ്പോൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് ഈ ഇൻ്റർവെല്ലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സി എന്ന് പറയുന്ന ഒരു
പോയിന്റ് ഉണ്ടാവും x1 x2 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ such that f dash of c equal to f of x2 minus f of x1 by x2 minus x1. അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. ഇനി നമുക്കറിയാം a എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ എ ബി അല്ലേ. സിൻസ് a less than or equal to f dash of x less than or equal to b for all x in open interval a b and c എന്ന് പറയുന്നത് എവിടെയുള്ളതാണ് x1 x2 എന്ന് പറയുന്ന ഇന്റർവെൽ ഉള്ളതാണ്. അത് a, b യുടെ സബ്സെറ്റ് ആണ് അല്ലേ. a, b എന്ന് പറയുന്നതിന്റെ സബ്സെറ്റ് ആണ്, ഇതിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തെഴുതാം? സി എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലിലുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ ഒരു എക്സിന് പകരം അല്ലെ സി എന്ന് പറയുന്നത് ഈ എ ബി എന്ന് പറഞ്ഞ ഒരു ഇന്റർവെല്ലുള്ളതാണ്. അപ്പൊ ഒരു എക്സ് ആയിട്ട് നമുക്ക് ആ സീനെ എടുക്കാലോ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സിന് ഒരു എഫ് ഡാഷ് ഓഫ് സി എന്ന് എഴുതി. എഫ് ഡാഷ് ഓഫ് സി എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്, which is less than or equal to b ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. a less than or equal to f of x2 minus f of x1 divided by x2 minus x1 less than or equal to b എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു തിയറാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത്. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫംഗ്ഷൻ വിത്ത് സീറോ ഡെറിവേറ്റീവ്സ് ആർ കോൺസ്റ്റന്റ്. അപ്പോൾ സീറോ ഡെറിവേറ്റീവ് ഉള്ള ഫംഗ്ഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സീറോ ഡെറിവേറ്റീവ് ഉള്ള ഫംഗ്ഷൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 on open interval AB, then f is constant on closed interval AB. Dash of x 0 ആണെങ്കിൽ f എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യും? ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് നമ്മൾ മുന്നേ ചെയ്ത ആ സ്റ്റേറ്റ്മെന്റും കൂടെ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം let f be a real valued function differentiable on എഫ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ് അല്ലേ. അപ്പം നമുക്ക് അറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ലെറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഓപ്പൺ ഇന്റർവൽ എ ബി. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ഏത് പോയിന്റ് എടുത്താലും എഫ് ഡാഷ് ഓഫ് എക്സ് 0 വരും. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റുകൾ എടുക്കുക, x1 x2. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിലുള്ള രണ്ട് പോയിന്റ് എടുക്കുക. ചൂസ് എനി 2 പോയിന്റ്സ് x1 ആൻഡ് x2 ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി. അപ്പോൾ x1 എന്ന് പറയുന്നത് x2നേക്കാളും ചെറുതായിരിക്കും. നമ്പേർഡ് ഫ്രം ലെഫ്റ്റ് ടു right so that x1 less than x2. Now consider the closed interval x1 comma x2 എന്ന് പറഞ്ഞ closed interval consider ചെയ്തു. Since f is differentiable on open interval ab, open interval ab ൽ differentiable ആയതുകൊണ്ട് എന്ത് പറയാം, ഓപ്പൺ ഇന്റർവൽ x1 x2 ൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കും അല്ലേ. സിൻസ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആൻഡ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ x1 x2 which is contained in open interval a comma b and continuous on closed interval x1 x2 which is contained in closed interval a comma b. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസും ഇവിടെ ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ thus f satisfies the hypothesis of mean value theorem and hence by the theorem we have
f dash of c equal to f of x2 minus f of x1 divided by x2 minus x1 നമുക്ക് എഴുതാം. For all, for some c in open interval x1 x2. For all എന്ന് എഴുതേണ്ട കാര്യമില്ല, for some c ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സിക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ഫോർ ഓൾ എക്സ് ആണ്. ഓപ്പൺ ഇന്റർവെൽ എ ബിയിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും എഫ് ഡാഷ് ഓഫ് സി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സിൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ ബി. സി എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ എ ബിക്കകത്ത് തന്നെയാണല്ലോ. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആൻഡ് ഹെൻസ് ദ എബവ് ഇക്വേഷൻ എന്തായി മാറും? എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ആണ്. അപ്പോൾ ഇത് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും? എഫ് ഓഫ് എക്സ് ടു മൈനസ് എഫ് ഓഫ് എക്സ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ എന്ന് പറയുന്നത് 0 ആവും. ദാറ്റ് ഈസ് ഇതിങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 എന്താവും? 0 ആവും. അതിനർത്ഥം എഫ് ഓഫ് x2 ഈക്വൽ ടു എഫ് ഓഫ് x1. Since this is true for any 2 points x1 and x2 of the interval closed interval AB. അപ്പോൾ ഈ ഏതൊരു x1 x2 എടുത്താലും നമുക്കിത് ഈക്വൽ ആണെന്ന് കിട്ടും. ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണെന്ന് കിട്ടും. അതിനർത്ഥം ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. We can conclude that f is a constant on closed interval AB. f of x1 ഉം f of x2 ഈക്വൽ ആണ്. x1 x2 ഏതോ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ എടുത്തത്, പക്ഷെ അതിന് ഫംഗ്ഷൻ വാല്യൂ എപ്പോഴും ഈക്വൽ ആ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കിവിടെ പറയാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ഫംഗ്ഷൻ വിത്ത് ദ സെയിം ഡെറിവേറ്റീവ് ഡിഫർ ബൈ എ കോൺസ്റ്റന്റ്. അപ്പോൾ സെയിം ഡെറിവേറ്റീവ് ഉള്ള രണ്ട് ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രത്യേകതയിലായിരിക്കും അതിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. രണ്ട് ഫംഗ്ഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാം? അപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ പറയാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ബി ടു ഫംഗ്ഷൻസ് such that f dash of x equal to g dash of x at each point of an open interval AB. Then there exists a constant c such that f of x equal to g of x plus c for all x in open interval AB. അപ്പോൾ f dash of x ഉം g dash of x ഉം എപ്പോഴും ഈക്വൽ ആണെങ്കിൽ f of x എന്ന് പറയുന്നത് g of x plus some constant ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് പ്രൂവ് ചെയ്യാൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ലെറ്റ് എഫ് ആൻഡ് ജി ബി ടു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എ ബി സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഓപ്പൺ ഇന്റർവെൽ എ ബി. ഇനി ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. നൗ കൺസിഡർ ദ ഫംഗ്ഷൻ എച്ച് ഡിഫൈൻഡ് ബൈ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് g of x for all x in open interval AB. Since f and g are differentiable on open interval AB, f ഉം g ഉം open interval AB യിൽ differentiable ആയതുകൊണ്ട് അതിന്റെ ഡിഫറൻസും ഡിഫറൻഷ്യബിൾ ആയിരിക്കും അല്ലേ. ഡിഫറൻസ് ആയിട്ടുള്ള ഫംഗ്ഷനും ഡിഫറൻഷ്യബിൾ ആയിരിക്കും. h equal to f minus g is differentiable on open interval AB. And h dash of x എന്ന് പറയുന്നത് എന്ത് വരും? f dash of x minus g dash of x. f dash of x ഉം g dash of x ഉം ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് എന്ത് വരും? 0 വരും. ഫോർ ഓൾ x in open interval AB. അപ്പോൾ h dash of x എന്ന് പറയുന്നത് 0 ആണ്. ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, then by second consequence of mean value theorem h എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. then by second
consequence of mean value theorem, h is a constant on closed open interval a b, that is h of x equal to some c. c എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് h of x c ആണ് കിട്ടി. therefore f of x minus g of x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. which implies f of x equal to g of x plus c for all x in open interval a b എന്ന് പറയാം അല്ലേ. വളരെ സിമ്പിൾ ആണ്. നമ്മൾ മുന്നേ പഠിച്ച തിയറം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ഡിഫറൻസ് ആദ്യം എടുത്തു. അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. അത് 0 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ എന്തായി, കോൺസ്റ്റന്റ് ആയി. അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് പ്ലസ് സി ആന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇവിടെ കഴിയും. പിന്നെ മാക്സിമം മിനിമത്തിൻ്റെ പ്രോബ്ലംസ് ആണ്. മാക്സിമം വാല്യൂവിൻ്റെ ഒക്കെ കുറച്ച് പ്രോബ്ലം ആണ് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മാക്സിമം മിനിമം പ്രോബ്ലംസ്. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് സി ഇൻ ദ മീൻ വാല്യൂ തിയറം എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് സി when f of x equal to x cube minus 2x square, a equal to 2, b equal to 5, when f of x equal to root x, a equal to 1, b equal to 4. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിലും സിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മീൻ വാല്യൂ തിയറം യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. എൻ്റെയും ബിൻ്റെയും വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. അപ്പോൾ given f of x equal to x cube minus 2x square. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസും ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. f of x being a polynomial is continuous and differentiable for all values of x in the closed interval a ഉം b ഉം തന്നിട്ടുണ്ട്. closed interval 2,5 ഈ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. and f dash of x equal to 3x square minus 4x. Hence, by the mean value theorem, with a equal to 2 and b equal to 5, we have f dash of c equal to f of b minus f of a divided by b minus a for some c in open interval 2,5. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം മീൻ വാല്യൂ തിയറം വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് എഫ് ഡാഷ് ഓഫ് സി എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 3x സ്ക്വയർ. അപ്പോൾ ഇവിടെ 3c² മൈനസ് 4c. എഫ് ഓഫ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 which is equal to എന്ത് കിട്ടും, എഫ് ഓഫ് 5 കണ്ടുപിടിക്കുക മൈനസ് എഫ് ഓഫ് 2 ചെയ്യുക ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 എന്ന് പറയുമ്പോൾ 3 കിട്ടും. ഇതിൻ്റെ വാല്യൂ 75 കിട്ടും. 75/3 which is equal to 25 കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയത് 3c² മൈനസ് 4c മൈനസ് 25 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ സി അതിൽ നിന്ന് സോൾവ് ചെയ്തെടുക്കാമല്ലോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ചിട്ട് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 അല്ലേ. 4ന്റെ സ്ക്വയർ 16 മൈനസ് 4 ഇൻറ്റു 20 മൈനസ് 25 ഇൻറ്റു 3. അപ്പോൾ ഇവിടെ പ്ലസ് ആവും. 300 ആവും. ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6. അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ കിട്ടുക ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 3.63 അല്ലെങ്കിൽ മൈനസ് 2.3 ആണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുക. രണ്ട് വാല്യൂസ് കിട്ടും അല്ലേ. രണ്ട് വാല്യൂസ് ഒന്ന് പ്ലസും ഒന്ന് മൈനസും വരുമ്പോൾ കിട്ടും. അപ്പോൾ ഈ രണ്ട് വാല്യൂസാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സി എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും ആവാം. അപ്പോൾ സി ഇതിൽ ഏതാവാം, രണ്ട് വാല്യൂസ് ഇവിടെ വരണമെന്നില്ല അല്ലേ.
അപ്പോൾ സി ഏതാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്റർവെൽ എടുക്കുക. ആ ഇന്റർവെലിനുള്ളിൽ വരുന്ന സി ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ -2.3 എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഇന്റർവെൽ 2.5 വരുമോ? ഇല്ല. അപ്പോൾ അത് അല്ല സി. നമ്മുടെ 3.63 ആണ് സി എന്ന് പറയുന്നത്. സിൻസ് -2.3 does not belongs to open interval 2,5 and 3.63 എന്ന് പറയുന്നത് ഈ ഓപ്പൺ ഇന്റർവെൽ 2.5 വരും. അപ്പം അതുകൊണ്ട് സി എന്ന് പറയുന്നത് എന്താണ്? 3.63 ആണ്. അപ്പം അതിൻ്റെ ആക്ച്വൽ വാല്യൂ നമുക്ക് അറിയില്ല. അതെന്ന് പറഞ്ഞാൽ 2 പ്ലസ് ഈ റൂട്ട് 316 എന്ന് പറയുന്നത്, അതൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. 2 പ്ലസ് റൂട്ട് 79/3 ഇതാണ് അതിൻ്റെ വാല്യൂ വരിക. 3.63 ആണ് അപ്രോക്സിമേറ്റ്ലി. 3.63. അപ്പോൾ സി എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഇങ്ങനെയാണ് നമ്മൾ സി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ റൂട്ട് എക്സിൻ്റെ കേസിലാണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് കണ്ടുപിടിക്കുക. റൂട്ട് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എയും ബിയും തന്നിട്ടുള്ള 1ഉം 4ഉം ആണ്. അതുകൊണ്ട് 0-യിലെ ഡിഫറൻഷ്യബിൾ അല്ലാത്ത ആ പ്രോബ്ലം വരുന്നുള്ളൂ. 0-യിൽ മാത്രമേ ആ പ്രശ്നം വരുന്നുള്ളൂ. അതുകൊണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ ഇന്റർവെൽ എന്ന് പറയുന്നത് 1,4 എന്ന് പറഞ്ഞ ഇന്റർവെൽ ആണ്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്, അതുപോലെ കണ്ടിന്യൂസും ആണ്. അതുകൊണ്ട് നമുക്ക് സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് നേരത്തെ പോലെ തന്നെ കണ്ടുപിടിക്കാം. ഇതുപോലെ 2 പ്രാവശ്യം ഒന്നും ചെയ്യേണ്ടി വരില്ല, ചിലപ്പോൾ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ 2 സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ ഒറ്റ സൊല്യൂഷനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. f of x equal to root x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സപ്പോസ് ദാറ്റ് f is differentiable on the whole real line and that f dash of x is constant. Prove that f is linear. അപ്പോൾ f എന്ന് പറയുന്നത് റിയൽ ലൈനിൽ മുഴുവൻ ഡിഫറൻഷ്യബിൾ ആണ്. അതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാം. നമുക്കറിയാം ലീനിയർ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താ? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫംഗ്ഷൻ ലീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനായിട്ട് എന്ത് ചെയ്യാം? നമുക്കറിയാം ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ which is differentiable on the whole real line and f dash of x എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതൊരു m ആയിട്ട് എടുക്കുക. എ കോൺസ്റ്റന്റ് m, എ കോൺസ്റ്റന്റ്. ലെറ്റ് x be any real number. x എന്ന് പറയുന്നത് any real number. ഇനി x എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആവാം, ലെസ് ദാൻ 0 ആവാം, ഈക്വൽ ടു 0 ആവാം അല്ലേ. അപ്പോൾ സപ്പോസ് ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സപ്പോസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഇന്റർവെൽ കൺസിഡർ ചെയ്യുന്ന ഇതാണ്. കൺസിഡർ ദ ഇന്റർവെൽ ക്ലോസ്ഡ് ഇന്റർവെൽ 0, x. 0ന്റെ റൈറ്റിലേക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 0 തൊട്ട് x വരെയുള്ള ആ ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. ഇനിയിപ്പോൾ x ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽ if x is negative consider the interval x0. if x equal to 0 consider the interval 0, 1. അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ മതി. നമുക്കിപ്പോൾ x ഗ്രേറ്റർ ദാൻ 0 ആവുന്നത് മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നുള്ളൂ. ഈ f ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ f is differentiable and hence continuous on the interval 0x. അല്ല, ഈ ഇന്റർവെല്ലിൽ എഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. കാരണം റിയൽ ലൈനിൽ മുഴുവൻ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് ഹെൻസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ 0x. അതുകൊണ്ട് നമുക്ക് ആ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് മീൻ വാല്യൂ തിയറം വിത്ത് എ ഈക്വൽ ടു 0 and b equal to x, we get f dash of c equal to f of x minus f of 0 divided by x minus 0 for some
C in open interval 0x. അപ്പോൾ നമുക്കറിയാം എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എം ആണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നതും ഒരു കോൺസ്റ്റന്റ് ആവും. സിൻസ് എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു എം, the above equation become f of x minus f of 0 by x equal to m. അപ്പം അതിൽ നിന്ന് ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് 0 ഈക്വൽ ടു എം എക്സ് എന്ന് കിട്ടും. അപ്പോൾ മൈനസ് എഫ് ഓഫ് 0നെ കൂടെ റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ എം എക്സ് പ്ലസ് എഫ് ഓഫ് 0 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു നമ്പർ ആയിരിക്കും. എം എക്സ് എന്ന് പറയുന്നത് എന്താ, എക്സിന്റെ പവർ അവിടെ 1 ആണ്, അതിനർത്ഥം ഫംഗ്ഷൻ ലീനിയർ ആണെന്നാണ്. ദസ് എഫ് ഓഫ് എക്സ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അവിടെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാവും. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് എഫ് ഓഫ് 0 മൈനസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 0 മൈനസ് എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ചെറിയൊരു നെഗറ്റീവ് പോസിറ്റീവ് ആ വ്യത്യാസം മാത്രമേ ഇവിടെ വരുള്ളൂ. ലെസ് ദാൻ 0 ആണെങ്കിലും ഇത് ശരിയായിരിക്കും, ഈക്വൽ ടു 0 ആണെങ്കിലും ഇത് ശരിയായിരിക്കും. The cases x less than 0 and x equal to 0 can be similarly proved. Thus, for any real x, f of x is a linear function of x. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എഫ് എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ, അല്ല, എഫ് ഡാഷ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ലീനിയർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് മോഡ് എക്സ്. ഫൈൻഡ് എഫ് ഓഫ് എക്സ്, അല്ല എഫ് ഡാഷ് ഓഫ് എക്സ് അതാണ് ഫസ്റ്റ്. സെക്കൻഡ് പാർട്ട്, വാട്ട് ഡസ് സെക്കൻഡ് കോൺസിക്വൻസ് ഓഫ് ദ മീൻ വാല്യൂ തിയറം ടെൽ യു അബൌട്ട് എഫ്? വാട്ട് ഡസ് ഇറ്റ് നോട്ട് ടെൽ യു? അപ്പോൾ നമ്മൾ ആദ്യം എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. സെക്കൻഡ് കോൺസിക്വൻസ് എന്തായിരുന്നു? ഡെറിവേറ്റീവ് ഓഫ് ഒരു ഫംഗ്ഷന് ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എന്ത് പറയാനാവും? അപ്പൊ ഈ ഫംഗ്ഷന്റെ കേസിൽ അതിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്താണ് അല്ലേ. അപ്പൊ അത് രണ്ടുമാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഡെറിവേറ്റീവ് ഓഫ് മോഡ് എക്സ് ആണ്. അതിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. We know that mod x is a real valued function which is continuous everywhere and differentiable for all real number x not equal to 0. x equal to 0 il differentiable alla for all real x not equal to 0. So since mod x എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. mod x എന്താണ്? mod x equal to x for x greater than or equal to 0 and minus x for x less than 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് മോഡ് എക്സ്. അപ്പോൾ ഈ മോഡ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ത് വരും? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ 1ഉം ലെസ് ദാൻ 0 ആണെങ്കിൽ -1ഉം കിട്ടും. അപ്പോൾ ഇവിടെ ഈക്വൽ ടു 0യുടെ കേസിൽ നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും എക്സ് ലെസ് ദാൻ 0യിലും മാത്രമേ ഇത് ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. എക്സ് നോട്ട് ഈക്വൽ ടു 0യിൽ ഇല്ല അല്ലേ. ഫസ്റ്റ് എ പാർട്ടിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0യിലും എക്സ് ലെസ് ദാൻ 0യിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. എക്സ് ഈക്വൽ ടു 0യിൽ ഡിഫൈൻഡ് അല്ല, മുഴുവൻ റിയൽ ലൈനിലും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് അങ്ങനെ തന്നെ പറയാം. എങ്ങനെയാ? ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ 1 ആണ്, അതുപോലെ എക്സ് ലെസ് ദാൻ 0 ആവുമ്പോൾ -1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0, -1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ത് വരും? 0 അല്ലേ. എഫ് ഓഫ് എക്സ് ഈസ് 1, എ കോൺസ്റ്റന്റ് for x greater than 0 and is -1, a constant for x less than 0.
അപ്പോൾ ഇറ്റ്സ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ഫോർ ഓൾ എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് 0യിൽ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ സെക്കൻഡ് കോൺസിക്വൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുമോ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന്? പറയാൻ പറ്റില്ല. കാരണം ഫംഗ്ഷൻ ഫുൾ ഒരു കോൺസ്റ്റന്റ് അല്ല. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഒരു കോൺസ്റ്റന്റ്, എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ വേറൊരു കോൺസ്റ്റന്റ് ആണ്, അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അവിടെ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ് ഇവിടെ, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റാത്തത് നോക്കാം. The second consequence of B part പറയാണ്. The second consequence of mean value theorem states that if f of x is continuous on closed interval AB and differentiable on open interval AB, then f is constant on closed interval AB. അല്ലേ? f dash of x 0 ആയാൽ മാത്രം പോരാ, f of x എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ എ ബി ആവണം. ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ അല്ല, അതിനിടയിൽ ഒരു ബ്രേക്ക് വരുന്നുണ്ട്, അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇന്റർവെൽ മൈനസ് ഇൻഫിനിറ്റി 0 and 0 infinity. Hence, by second consequence of mean value theorem, f is constant on this interval and this interval. ഇവിടെ ഒരു കോൺസ്റ്റന്റ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ്. The corollary does not say that f is constant on minus infinity infinity. അപ്പോൾ നമ്മുടെ കൊറോളറി ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നില്ല മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന്, കേട്ടോ? അപ്പൊ ഇവിടെ നമ്മുടെ എഫ് ഓഫ് -2 എന്താണ്, എക്സ് നെഗറ്റീവ് ആണ്, അപ്പം -1 വരും. എഫ് ഓഫ് 2 എക്സ് പോസിറ്റീവ് ആണ്, അപ്പം 1 വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ വരും. അപ്പോൾ ഫംഗ്ഷൻ ഒരു ഇന്റർവെല്ലിൽ, ഈ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും ഈ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, അതുപോലെ ഈ ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ വാല്യൂ വേറൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആണ് തന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എഴുതരുത് ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ആണെന്ന്. അപ്പൊ അതിനു മുന്നേ ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The velocity of the train is kept between 40 and 50 km/h during a trip of 200 kilometers. Using mean value theorem, state what can you say about the duration of the trip. അപ്പോൾ നമുക്ക് മീൻ വാല്യൂ തിയറം നമുക്ക് ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. ഒരു ട്രെയിനിന്റെ വെലോസിറ്റി 40 and 50 km/h ആണ്. ഒരു 200 കിലോമീറ്റർ ഉള്ള ട്രിപ്പിൽ വെലോസിറ്റി ഓഫ് എ ട്രെയിൻ എന്ന് പറയുന്നത് 40ക്കും 50ക്കും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മുടെ ആ ട്രിപ്പിന്റെ ഡ്യൂറേഷനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കാം. ലെറ്റ് ടി എന്ന് പറയുന്നത് ടൈമും എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്. ലെറ്റ് എഫ് ഓഫ് ടി denote the distance traveled by the train in time t. The distance t time. And let A and B be the beginning ending times of the trip. A എന്ന് പറയുന്നത് beginning, B എന്ന് പറയുന്നത് ending. Since velocity എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ. Since velocity f dash of t exist everywhere, വെലോസിറ്റി എവിടെ എല്ലായിടത്തും ഉണ്ടാവും. അതുകൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിൾ ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണ് അല്ലേ. സിൻസ് വെലോസിറ്റി എഫ് ഡാഷ് ഓഫ് ടി എക്സിസ്റ്റ് എവ്രിവെയർ,
f is continuous and differentiable on closed interval AB. അപ്പോൾ നമുക്കിനി മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യാലോ. കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്. then by mean value theorem f dash of c equal to f of b minus f of a by b minus a for some c belongs to open interval AB. For some c ആണ് കേട്ടോ. ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ കുറച്ച് സിക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Since the velocity of the train is kept between 40 and 50 km per hour and the length of the trip is 200 kilometers. അപ്പോൾ എഫ് ഡാഷ് ഓഫ് ടിന്റെ റേഞ്ച് തന്നിട്ടുണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40 ആണ്. ഫോർ ഓൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. പിന്നെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കിലോമീറ്റർ തന്നിട്ട് അല്ല ടോട്ടൽ കിലോമീറ്റർ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത് എഫ് ഓഫ് ടി കൊണ്ടാണ്. അപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ തന്നിട്ടുണ്ട് 200 ആണ് അല്ലേ. ഇത്രയും ലെങ്ത് ആണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും പറയാൻ പറ്റുക, ഡ്യൂറേഷനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. എത്ര ടൈം ട്രാവൽ ചെയ്തു എന്ന് പറയാൻ പറ്റുമെന്ന്. Since C belongs to open interval AB from this equation നമുക്ക് എന്ത് പറയാം, 40 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ ആണ്. അത് എത്ര വരും, 200 ബൈ ബി മൈനസ് എ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 എന്ന് എഴുതാം അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് വാല്യൂസ് ഒക്കെ വെച്ചിട്ടൊന്ന് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം എന്ത് വരും നോക്കാം. അപ്പൊ ഇവിടുന്ന് 40 ബൈ 200 ചെയ്യാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 ബൈ 200. അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാം. ദാറ്റ് ഈസ് 1 ബൈ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 4 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ സൈൻ നേരെ തിരിച്ചാവും, റിവേഴ്സ് ആവും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ബി മൈനസ് എ എന്ന് വെച്ചാൽ എന്താ, എ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടൈം, ബി എന്ന് പറഞ്ഞാൽ എൻഡിങ് ടൈമാണ്. എൻഡിങ് ടൈമിൻ്റെ ഡിഫറൻസ്, ആ രണ്ടിൻ്റെ ടൈമിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4നും 5നും ഇടയിലായിരിക്കും. ടൈം നമ്മൾ അവറിലാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെൻസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്രിപ്പ് ലൈസ് ബിറ്റ്വീൻ 4 and 5 hours. അപ്പോൾ 4-5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആവും എന്ന് നമുക്കിവിടെ ഒരു കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മീൻ വാല്യൂ തിയറം ഇവിടെ യൂസ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കൊരു റേഞ്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലംസും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാക്സിമം മിനിമം പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.